നമസ്കാരം. എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് കേൾക്കുന്നത് എന്നുള്ളതിന് യാതൊരു വഴിയുമില്ല അറിയാൻ. കാരണം മൊത്തത്തിൽ ഈ അവിഹിത കഥകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സമൂഹം. കാരണം ഒന്നേയുള്ളൂ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന് മോഹൻലാലിനും മമ്മൂട്ടിക്കുമെതിരെ വരെ നടിമാരുടെ മൊഴിയുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവരുടെയൊക്കെ മൊഴി എടുക്കാൻ ഒരുങ്ങുകയുമാണ്. പീഡനത്തിനിരയായ നടിമാരാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനുമെതിരെ മൊഴി നൽകിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെയാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത്. മലയാള സിനിമ ഒന്നാകെ പ്രതിസന്ധിയിലായ സമയത്താണ് മമ്മൂട്ടിയും ലാലും കൂടി വിവാദ ചിത്രത്തിലേക്ക് ഇതുപോലെ കടന്നു വരുന്നത്. കുറെ ദിവസങ്ങളായി മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ച് യാതൊരു വിവരങ്ങളും ഉണ്ടായിരുന്നില്ല. അന്തരീക്ഷത്തിൽ ശ്മശാന മൂകത. പിന്നീട് നടൻ മോഹൻലാൽ ഇന്ന് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തി. അപ്പോഴും പറഞ്ഞത് ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലായിരുന്നത് കൊണ്ടാണ് താൻ മൗനം പാലിച്ചത് എന്നാണ്. പക്ഷേ അതുമത്ര വിശ്വസനീയമല്ല. ഹോസ്പിറ്റൽ കേസ് ഒരുപക്ഷെ വാസ്തവമായിരിക്കും. എന്തുകൊണ്ട് ഇത്ര ദിവസം ഒരു പോസ്റ്റ് പോലും ഇടാനാകാതെ മോഹൻലാൽ ഇരുന്നു എന്നുള്ളതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. എന്തായാലും മമ്മൂട്ടിക്കും മോഹൻലാലും മാത്രമല്ല, ഇപ്പോൾ നടൻ ജയസൂര്യയ്ക്ക് ഒരു പേര് വീണിരിക്കുന്നു. സോഷ്യൽ മീഡിയ ഇട്ട പേരാണ് കക്കൂസ് സൂര്യ എന്ന്. എന്തായാലും നടൻ ജയസൂര്യയും ഇപ്പോൾ സ്ഥലത്തില്ല, ന്യൂയോർക്കിലാണ്. അദ്ദേഹത്തിന്റെ കാര്യവും ഏറെ പരിങ്ങലിലാണ്. അദ്ദേഹത്തിനാണെങ്കിലും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള യാതൊരു വഴിയും കാണുന്നില്ല. കാരണം കാലകുത്തിയാൽ എപ്പോഴാണ് പോലീസ് പൊക്കുക എന്നുള്ളതും അറിയില്ല. നടൻ ജയസൂര്യക്കെതിരെ ലൈംഗികാതിക്രമ പരാതികൾ കൂടിയിരിക്കുകയാണ്. അതോടുകൂടിയാണ് ദേഹം ചമഞ്ഞിരുന്ന അദ്ദേഹത്തിന് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്ത അവസ്ഥയായത്. നിലവിൽ ന്യൂയോർക്കിൽ സിനിമാ ചിത്രീകരണത്തിലാണ് ജയസൂര്യ. അവിടെ നിന്നുകൊണ്ട് മുൻകൂർ ജാമ്യം തേടാനുള്ള ശ്രമത്തിലാണിപ്പോൾ. കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുന്നതുവരെ നാട്ടിലേക്ക് ഇല്ലേയില്ലെന്ന നിലപാടാണ് ജയസൂര്യ സുഹൃത്തുക്കളുമായി പങ്കുവച്ചതത്രേ. ഏതാനും ദിവസം കൂടി ന്യൂയോർക്കിൽ താമസിച്ച ശേഷം ദുബൈയിലേക്ക് പോകാനാണ് നടന്റെ പദ്ധതിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഓഗസ്റ്റ് 28-നാണ് നടനെതിരെ ആദ്യം ലൈംഗിക പീഡന കേസ് രജിസ്റ്റർ ചെയ്തത്. കൊച്ചി സ്വദേശിനിയായ നടിയാണ് ആദ്യം പരാതിയുമായി രംഗത്ത് വന്നത്. പ്രത്യേക അന്വേഷണ സംഘം നടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെ മറ്റൊരു നടിയുടെ പരാതിയെ തുടർന്ന് 48 മണിക്കൂറിനകം രണ്ടാമത്തെ ലൈംഗിക പീഡന കേസ് കൂടി ജയസൂര്യക്കെതിരെ കരമന പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2012-13 കാലത്ത് തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതി. കരമന പോലീസാണ് കേസെടുത്തത്. ബാത്റൂമിൽ പോയി വരുന്ന സമയത്ത് പുറകിലൂടെ കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ് നടി പരാതിയിൽ പറയുന്നത്. എന്തു തന്നെയായാലും ആകെ ജഗപുക. ആകെ സർക്കാരിനെ വരെ വിറപ്പിച്ച നടനാണ് ജയസൂര്യ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജയസൂര്യ എവിടെയൊരു അനീതി കണ്ടാലും അപ്പോൾ പോരാടാനിറങ്ങുന്ന ഒരു മുഖമായിരുന്നു. പക്ഷേ ഒടുവിൽ ജയസൂര്യയും പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വീണിരിക്കുന്നു ഈ പരാതിയിൽ. ഇതിനിടെ മറ്റൊരു നടൻ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളുടെയെല്ലാം ആകെത്തുകയായി വന്നിരിക്കുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന ഈ ബോംബ് വീണത് താങ്ങാനാകാതെ ആത്മഹത്യാ ശ്രമം നടത്തിയെന്നുള്ള വാർത്തയും വരുന്നു. നടൻ സിദ്ദിഖിന്റെ കാര്യമാണെങ്കിലും പറയാതിരിക്കുകയാണ് ഭേദം. അദ്ദേഹത്തിനെതിരെ ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും അതിന് പുറകെ തന്നെ രഞ്ജിത്തിന്റെ അവസ്ഥയും പറയാതിരിക്കുകയും വയ്യ. ഒന്ന് ഒഴിഞ്ഞു പോയപ്പോഴേക്കും അടുത്തത് വാല് പോലെ വന്നിരിക്കുന്നു. വാണം പോലെ കത്തിച്ചു വിട്ട പോലെയാണ് വന്നത്. കാരണം അദ്ദേഹത്തിനെതിരെ വന്നത് ഒരു പ്രകൃതി വിരുദ്ധ പീഡനത്തിന് എതിരെയുള്ള സംഭവമാണ്. ഒരു പുരുഷനെ തന്നെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. ഈ പീഡിപ്പിച്ച വ്യക്തി തന്നെയാണ് പുറം ലോകത്തോട് ഇത് തുറന്നു പറഞ്ഞത്. ഇപ്പോഴിത് പറയുന്നതിന് കാരണം ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സർക്കാർ ഇടപെടുമെന്ന് തോന്നൽ ഉണ്ടായതിനെ തുടർന്നാണെന്നും പാർവതി തിരുവോത്തൊക്കെ ഒരുപാട് സംസാരിക്കുകയും അവരുടെ വാക്കുകളിൽ ഏറെ പ്രതീക്ഷ കാണുകയും ചെയ്തതുകൊണ്ടാണ് താൻ ഈ വാക്കുകൾ തുറന്നു പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും അയാളുടെ ചിത്രങ്ങൾ നടി രേവതിക്ക് കിട്ടിയിട്ടില്ലെന്ന് രേവതി ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ആർക്കാണാവോ അദ്ദേഹത്തിന്റെ നഗ്ന ഫോട്ടോകൾ അയച്ചു കൊടുത്തത്? എന്തായാലും രഞ്ജിത്ത് ഇത്രയേറെ മ്ലേച്ഛനായ ഒരു വ്യക്തിയാണോ എന്നുള്ളത് ചോദിക്കാതെയും വയ്യ. അതിനിടെയാണ് നടി ഷക്കീലയുടെ വെളിപ്പെടുത്തലുകളും വരുന്നത്. ഷക്കീലയും പറയുന്നു എല്ലാം സിനിമയിലെല്ലാം നടൻ മോഹൻലാലും മമ്മൂട്ടിയും അറിഞ്ഞുകൊണ്ട് തന്നെയെന്ന്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കെയുള്ള നടി ഷക്കീലയുടെ വെളിപ്പെടുത്തലിലും മമ്മൂട്ടിയും മോഹൻലാലും പ്രതികളായ പോലെയായി. നടി രൂപശ്രീയുടെ വാതിലിൽ മുട്ടുന്നത് താൻ നേരിൽ കണ്ടിട്ടുണ്ടെന്നും അവരെ രക്ഷിച്ചത് താനാണെന്നുമാണ് ഷക്കീല തുറന്നു പറഞ്ഞത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അവർ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഒരു സിനിമ പേരറിയില്ല, ആ സിനിമയിൽ കലാഭവൻ മണി ഉണ്ടായിരുന്നു.
ഒരു വീട്ടുജോലിക്കാരിയുടെ വേഷത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത്. രൂപശ്രീയായിരുന്നു നായിക. അവളുടെ ഓപ്പോസിറ്റ് മുറിയിലായിരുന്നു ഞാൻ. അവർ എൻ്റെ അടുത്ത് ഒരു ഹായ് പോലും പറയില്ല. ഞാനും എൻ്റെ അനിയനും മേക്കപ്പ് മാനുമൊക്കെ ചീട്ടു കളിക്കുകയായിരുന്നു. രാത്രി 12-12:30 ആരോ വാതിലിന് മുട്ടുന്നു. എടി വെളിയിൽ വാടി എന്നും പറഞ്ഞാണ് മുട്ടുന്നത്. ഞങ്ങൾ വാതിൽ തുറന്നു. രൂപശ്രീയുടെ വാതിലിലാണ് മുട്ടുന്നത്. ഞാൻ അയാളോട് പോകാൻ പറഞ്ഞു. നീ ആരാടി, നീ ഇതിൽ വരരുതെന്നായി അയാൾ. അവസാനം ദേഷ്യത്തിൽ അയാൾ പോയി. ഞങ്ങൾ ഗസ്റ്റ് ഹൗസ് മുഴുവൻ ലോക്ക് ചെയ്തു. അമേരിക്കൻ അച്ചായൻ എന്നൊരാൾ അവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു അങ്കിൾ. ഞാൻ അച്ചായനോട് അതിരാവിലെ ഈ കുട്ടിയെ ഇവിടെ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ കുട്ടിയെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു. ഈ കുട്ടിയുടെ ഭാഗം ഷൂട്ടിംഗ് കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് അവർ ഇവളെ ശല്യം ചെയ്തത്. നടിമാരായ രേഷ്മയെയും മറിയയെയും ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഷക്കീല വെളിപ്പെടുത്തിയിരുന്നു. അന്നും താനായിരുന്നു രക്ഷിച്ചത്. രേഷ്മയെയും മറിയയെയും ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഷക്കീല വെളിപ്പെടുത്തി. അന്നും താനായിരുന്നു രക്ഷിച്ചത്. അതേസമയം മീട്ടു ആരോപണങ്ങളോട് വിയോജിപ്പുണ്ടെന്നും അവർ വ്യക്തമാക്കി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അപ്പോൾ തന്നെ ചെരിപ്പെടുത്ത് അടിക്കുകയാണ് വേണ്ടതെന്നും നടി കൂട്ടിച്ചേർത്തു. എല്ലാ ഭാഷയിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. മലയാള സിനിമയിൽ അന്നും ഇന്നും പവർ ഗ്രൂപ്പ് ഉണ്ട്. അവർ തന്നെയാണ് ഇപ്പോഴും സിനിമ ഭരിക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും അല്ലാതെ വേറെ ആരാണ് ആ പവർ ഗ്രൂപ്പ്? മുകേഷ് ഉണ്ട്, അവർ ഉണ്ട്, ഇവർ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ മെയിൻ മോഹൻലാലും മമ്മൂട്ടിയും തന്നെയാണ് എന്നാണ് ഷക്കീല പറഞ്ഞത്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? മലയാള സിനിമയിൽ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും മമ്മൂട്ടിയും ലാലും കൂട്ടുനിൽക്കുന്നു എന്നാണ്. ക്രിമിനൽ കുറ്റം ചെയ്യുന്നത് മാത്രമല്ല, ക്രിമിനൽ കുറ്റം അറിഞ്ഞില്ലെന്ന് നടിക്കുന്നത് കുറ്റകരമാണ്. ക്രിമിനൽ നിയമസംഹിത പ്രകാരം ഇത് ശിക്ഷ കിട്ടാവുന്ന കുറ്റവുമാണ്. അപ്പോൾ ആകെ തുകയായി ചീഞ്ഞു നാറി എന്ന് പറഞ്ഞാൽ മതി മലയാള സിനിമാ മേഖല.